നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റിസർച്ച് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ ഔട്ടാണ്. കേരള PSC റിസർച്ച് ഓഫീസർ തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോ അതിനെ അപ്ലൈ ചെയ്യണ്ടേ? അപ്പൊ ഇവിടെ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റിസർച്ച് ഓഫീസർ തസ്തികയിലേക്ക് വരുന്ന സിലബസിനെ എടുത്തു നോക്കിയിട്ട് അതിലെ ഇക്കണോമിക്സിന്റെ അല്ലെങ്കിൽ ഇക്കണോമിക്സ് സിലബസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. അതിനു മുന്നേ ഈ ഒരു റിസർച്ച് ഓഫീസർ തസ്തികയിലെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ ഒന്ന് പറയാം. അതായത് ഇത് കാറ്റഗറി നമ്പർ 414/2025 വരുന്ന ഒരു തസ്തികയാണ്. അപ്പോൾ നെയിം ഓഫ് ദ പോസ്റ്റ് റിസർച്ച് ഓഫീസർ തന്നെയാണ്. ഇവിടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 to 36, അതായത് 20 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പേ സ്കെയിൽ എന്ന് പറയുമ്പോൾ 51,400 മുതൽ 1,10,300 വരെ വരും. ഇവിടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് December 3, 2025. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് December 3, 2025. ഓക്കെ, അപ്പോ ക്വാളിഫിക്കേഷൻ കടക്കാം. ക്വാളിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇക്കണോമിക്സിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ മാത്തമാറ്റിക്സിലോ കൊമേഴ്സിലോ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. പക്ഷെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഈ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി നിങ്ങൾ നല്ല റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തതായിരിക്കണം. ഇതൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളൊരു നാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തിട്ടുള്ളതായിരിക്കണം നിങ്ങളുടെ ഡിഗ്രി. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളതായിരിക്കണം. ഈ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റെക്കഗ്നിഷൻ ഉള്ളതും ആയിരിക്കും. ഓക്കെ, അതല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് കേരളയുടെ റെക്കഗ്നിഷൻ ഉള്ളത് ആയാലും മതി. അപ്പൊ ഇവിടെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരുപക്ഷെ മാത്തമാറ്റിക്സിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ അല്ലെങ്കിൽ കൊമേഴ്സിലോ ആണ് നിങ്ങളുടെ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. മാത്തമാറ്റിക്സിലാണ് നിങ്ങളുടെ ഡിഗ്രി എങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് അറ്റ്ലീസ്റ്റ് ബാച്ചിലേഴ്സ് ലെവലിലെങ്കിലും ഒരു പേപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ കൊമേഴ്സിന്റെ കാര്യമാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ ഒരു പേപ്പറായിട്ട് അറ്റ്ലീസ്റ്റ് ബാച്ചിലേഴ്സ് ലെവലിലെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതാണ് നിങ്ങൾ ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇനി നമ്മുടെ യഥാർത്ഥ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് നമ്മുടെ ഇക്കണോമിക്സ് പേപ്പറിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ്. ഇക്കണോമിക്സ് എന്ന് പറയുന്ന സെക്ഷൻ നിങ്ങളുടെ സിലബസ് എടുത്ത് നോക്കിയാൽ പാർട്ട് 2 കിടക്കുന്നത്. മാക്സിമം 30 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇക്കണോമിക്സ്. അപ്പൊ 2 യൂണിറ്റ്സ് ആണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. അപ്പൊ ഈ 2 യൂണിറ്റ്സിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ടോപ്പിക്സിനെ ഏതൊക്കെ വിധത്തിൽ കാണാം, ഏതൊക്കെ പെർസ്പെക്റ്റീവിൽ കാണണം, ഏതൊക്കെ സെക്ഷനിലൂടെ മനസ്സിലാക്കണം എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്പൊ യൂണിറ്റ് 1 തുടങ്ങുന്നത് തന്നെ പ്ലാനിങ് ആൻഡ് ദ കേസ് ഫോർ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഇൻ ഇന്ത്യ ആൻഡ് കേരള, പഞ്ചായത്ത് രാജ്, ഫൈനാൻസ് കമ്മീഷൻ ആൻഡ് ഫിസ്ക്കൽ ഡിവല്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ പ്ലാനിങ് ആൻഡ് ദ കേസ് ഫോർ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഇൻ ഇന്ത്യ ആൻഡ് കേരള, ഇന്ത്യയുടെ സെനാറിയോയിലും അതായത് സെൻട്രൽ ലെവലിലെയും സ്റ്റേറ്റ് ലെവലിലെയും പ്ലാനിങ് ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഇപ്പൊ സെൻട്രൽ ലെവലിലെ ഇന്ത്യയുടെ ലെവലിലെ പ്ലാനിങ് പഠിക്കണം. അതേപോലെ നമ്മുടെ സ്റ്റേറ്റ് ആയിട്ടുള്ള കേരളത്തിന്റെ പ്ലാനിങ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള രീതി നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയായിരുന്നു എന്നുള്ളത് മാത്രമല്ല ഇപ്പൊ എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്തത് പഞ്ചായത്ത് രാജ്. അപ്പോൾ പഞ്ചായത്ത് രാജിന്റെ ഫോർമേഷനും അതുപോലെ തന്നെ ഇവിടെ വരുന്ന മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും ഇവിടെ വരുന്ന പ്രോബ്ലംസും ഇതിനൊക്കെ പറ്റിയിട്ട് നമ്മൾ പഠിക്കണം. ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കവർ ചെയ്യണം. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കണം. പിന്നെ ഉള്ളതാണ് ഫൈനാൻസ് കമ്മീഷൻ ആൻഡ് ഫിസ്ക്കൽ ഡിവല്യൂഷൻ. അപ്പോൾ നമുക്കറിയാം ഫൈനാൻസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ സെൻട്രൽ സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ റിലേഷൻഷിപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്ന ബോഡിയാണ്. അപ്പോൾ ഈ ഫൈനാൻസ് കമ്മീഷൻ ആണ് സെന്റർ എത്ര പൈസ സ്റ്റേറ്റ്സിന് കൊടുക്കണം, യൂണിയൻ ടെറിട്ടറീസിന് കൊടുക്കണം, എന്തിന്റെ ബേസിസിൽ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഫൈനാൻസ് കമ്മീഷൻസിന്റെ
ഡ്യൂട്ടി, ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഓരോ ഫൈനാൻസ് കമ്മീഷൻസ് നടത്തിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഇതിനെയൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് 1 ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ പ്ലാനിങ്ങും ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങും ആണ്. അവിടെ നമ്മൾ ഇന്ത്യയുടെ കേസും കേരളത്തിന്റെ കേസും പഠിക്കണം. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജിന്റെ ഫോർമേഷൻ മുതൽ അത് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും ഫങ്ഷൻസും ഒക്കെ പഠിക്കണം. അതേപോലെ ഫൈനാൻസ് കമ്മീഷന്റെ കേസ് എടുക്കുമ്പോൾ ഫൈനാൻസ് കമ്മീഷൻ, ഓരോ ഫൈനാൻസ് കമ്മീഷന്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. എങ്ങനെയാണ് ഓരോ ഫൈനാൻസ് കമ്മീഷനും സ്റ്റേറ്റ്സിനും യൂണിയൻ ടെറിട്ടറീസിനും സെന്ററിൽ നിന്ന് പൈസ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ റെക്കമെൻഡ് ചെയ്യുന്നത് എന്നൊക്കെ പഠിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനായിട്ടുണ്ട്. അടുത്തതാണ് ബഡ്ജറ്റ്. അപ്പൊ ബഡ്ജറ്റില് നമുക്കറിയാം എല്ലാ വർഷവും നമ്മൾ ബഡ്ജറ്റ് പ്രസന്റേഷൻ കേൾക്കുന്നതാണ്. ഇപ്പോൾ സെൻട്രൽ ലെവലിലാണെങ്കിലും സ്റ്റേറ്റ് ലെവലിലാണെങ്കിലും ബഡ്ജറ്റ് വളരെ നിർബന്ധമാണ് അല്ലെ. അപ്പോ ഇനി അടുത്ത ഒരു വർഷത്തേക്ക് എങ്ങനെയൊക്കെയാണ് ഗവൺമെന്റിന്റെ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് നമുക്ക് ബഡ്ജറ്റ് ആണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ബഡ്ജറ്റിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ കഴിഞ്ഞ ഒരു 1-2 വർഷങ്ങളിലെ ബഡ്ജറ്റിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ ബഡ്ജറ്റ് പാർട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം. അപ്പൊ ബഡ്ജറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഒരു 1 to 2 ഇയേഴ്സിന്റെ ബഡ്ജറ്റിനെ പറ്റിയിട്ട് മിനിമം ഈ 1 to 2 ഇയേഴ്സ് ബഡ്ജറ്റിനെ പറ്റി നല്ല ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. അപ്പൊ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സെൻട്രലും വേണം സ്റ്റേറ്റും വേണം. ഓക്കെ, സെൻട്രൽ ലെവൽ ബഡ്ജറ്റും വേണം, അതായത് യൂണിയൻ ബഡ്ജറ്റും വേണം. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ ബഡ്ജറ്റിനെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തതാണ് നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് കോൺസെപ്റ്റ്. നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് കോൺസെപ്റ്റ്. നാഷണൽ ഇൻകം എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ ഇൻകം, അതായത് ഇന്ത്യയുടെ കേസ് എടുക്കുമ്പോൾ ഇന്ത്യയുടെ ഇൻകം, അതാണ് നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇൻ ജനറൽ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ ഇൻകം മെത്തേഡ് ഉണ്ട്, വാല്യൂ ആഡഡ് മെത്തേഡ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓരോ മെത്തേഡും എങ്ങനെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിക്കാം. അപ്പൊ ഓരോ മെത്തേഡും നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഓരോ വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങളെ പറ്റി പഠിക്കണം. ഇനി നാഷണൽ ഇൻകം അഗ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ആസ്പെക്ട്സ് ഉണ്ട്. അതായത് GDP at MP, NNP at FC, GDP at FC, NNP at MP എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. നാഷണൽ ഇൻകം അഗ്രിഗേറ്റ്സ് എന്ന് പറയും. അപ്പൊ NNP at FC ന്ന് NNP at MP യിലോട്ട് വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ അപ്പൊ ഈ നാഷണൽ ഇൻകം അഗ്രിഗേറ്റ്സിനെ പറ്റിയിട്ടും നല്ല വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ട്രെൻഡ് ആൻഡ് പാറ്റേൺ ഓഫ് നാഷണൽ ഇൻകം ഗ്രോത്ത്. അപ്പൊ ഇന്ത്യയുടെ നാഷണൽ ഇൻകം എടുത്തു നോക്കുമ്പോൾ ഇന്ത്യയുടെ നാഷണൽ ഇൻകം എങ്ങനെയാണ് ഓവർ എ പീരീഡ് ഓഫ് ടൈം മാറുന്നത്. അപ്പൊ എവിടെയൊക്കെയാണ് ഇന്ത്യയുടെ നാഷണൽ ഇൻകത്തിന് ഒരു കുറവ് സംഭവിച്ചിരിക്കുന്നത്, ഡിപ്പ് സംഭവിച്ചിരിക്കുന്നത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ചില സമയത്ത് ഇന്ത്യയുടെ നാഷണൽ ഇൻകം പെട്ടെന്നായിട്ട് ഉയരുന്നത്. അപ്പൊ ഇതിന്റെ റീസൺസ് ഉൾപ്പെടെ നമ്മൾ മനസ്സിലാക്കി പഠിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാക്കി ഇരിക്കണം. അടുത്തത് ഈ മെത്തേഡ് കാൽക്കുലേറ്റ് നാഷണൽ ഇൻകത്തിൽ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞു ഇൻകം മെത്തേഡ് ഉണ്ട്, വാല്യൂ ആഡഡ് മെത്തേഡ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിന് എല്ലാ മെത്തേഡും ഉണ്ടെങ്കിലും ഇതിൽ ഒരു മെത്തേഡിനെയും നമുക്ക് ബെസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാ മെത്തേഡിനും എന്തുണ്ട്, ഓരോ ഷോർട്ട് കമ്മിങ്സ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഷോർട്ട് കമ്മിങ്സ് വരുന്നുണ്ട്. അപ്പൊ ഈ ഷോർട്ട് കമ്മിങ്സ് ഒക്കെ എന്താണ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഒരു പെർട്ടിക്കുലർ മെത്തേഡ് കൊള്ളില്ല അല്ലെങ്കിൽ ഇത് ആപ്റ്റ് അല്ല എന്ന് നമ്മൾ പറയുന്നത്, എന്തുകൊണ്ടാണ് ഒരു പെർട്ടിക്കുലർ മെത്തേഡ് മറ്റേ ഒരു മെത്തേഡിനേക്കാൾ കുറച്ചും കൂടെ മെറിറ്റോറിയസ് ആയിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് എന്ന് നമ്മൾ പറയുന്നത്, ഇതിന്റെയൊക്കെ റീസൺസ് എന്താണ്? സോ ഇങ്ങനെ ഒരു കമ്പാരിറ്റീവ് പെർസ്പെക്റ്റീവ് നമുക്ക് എന്തിനു വേണം? ഈ നാഷണൽ ഇൻകം അപ്രോച്ചസ് അല്ലെങ്കിൽ നാഷണൽ ഇൻകം മെത്തേഡ്സ് ഒക്കെ പഠിക്കുമ്പോഴേക്കും നമുക്ക് വേണം. ഓക്കെ, അപ്പൊ ബഡ്ജറ്റിനെ പറ്റി നല്ല ധാരണയാണ്. നമ്മുടെ സെൻട്രൽ ബഡ്ജറ്റിനെ പറ്റി അല്ലെങ്കിൽ യൂണിയൻ ബഡ്ജറ്റിനെ പറ്റിയിട്ടും സ്റ്റേറ്റ് ലെവൽ ബഡ്ജറ്റിനെ പറ്റിയിട്ടും നല്ലൊരു ധാരണ വേണം. അറ്റ്ലീസ്റ്റ് നമ്മൾ പുറകിലോട്ട് നോക്കുമ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് പ്രസന്റ് ചെയ്തിട്ടുള്ള 1 to 2 ഇയേഴ്സ് ബഡ്ജറ്റിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ളൊരു ധാരണ വേണം. അതിൽ കൂടുതൽ ബഡ്ജറ്റിനെ പറ്റി പഠിക്കാൻ പറ്റുമെങ്കിൽ ഒരു മാക്സിമം ഒരു 5 വർഷത്തെ ബഡ്ജറ്റിനെ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്.
അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. കാരണം കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓരോ പീരീഡ് ഓഫ് ടൈം എങ്ങനെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞു വന്നത്, എങ്ങനെയാണ് ഗവൺമെന്റിന്റെ സ്പെൻഡിങ്ങിൽ മാറ്റം വന്നത്, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ എത്രത്തോളം കൂടിയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് അറിയാൻ പറ്റും. എവിടെയൊക്കെ കൂടി എവിടെയൊക്കെ കുറഞ്ഞു, എന്താണ് ഈ കാരണങ്ങൾ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഡെഫിസിറ്റ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് എന്താണ്, എന്തുകൊണ്ടാണ് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, അടുത്തതാണ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ട്രഷറി സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി. അപ്പോൾ നമുക്കറിയാം പ്രൈമറി, സെക്കൻഡറി ആൻഡ് ട്രഷറി സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇക്കോണമിയുടെ ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ പ്രൈമറി എന്ന് പറയുമ്പോൾ എന്താണ്, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സ് അവിടെ വരും. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സ് അല്ലെ, അവിടെ എന്തൊക്കെ ഫോറസ്ട്രി, ഫിഷറി, പോൾട്രി, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ പ്രൈമറിയിൽ തന്നെ വരും, പ്രൈമറി സെക്ടറിൽ തന്നെ വരും. അപ്പൊ അഗ്രികൾച്ചർ മാത്രമല്ല അവിടെ വരുന്നത്. ഓക്കെ, അലൈഡ് സെക്ടേഴ്സും വരും. ഇനി അടുത്ത സെക്കൻഡറി. സെക്കൻഡറിയിൽ എന്താ വരുന്നത്? സെക്കൻഡറിയിൽ നമുക്ക് വരുന്നത് മാനുഫാക്ചറിങ്, നമ്മുടെ ഫാക്ടറി ലെവൽ പ്രൊഡക്ഷൻ, അത് നമ്മുടെ സെക്കൻഡറി സെക്ടറിൽ വരും. പിന്നെ എന്താണ് ട്രഷറി സെക്ടർ? ട്രഷറി സെക്ടറിൽ വരുന്നത് നമ്മുടെ സർവീസ് ആക്ടിവിറ്റീസ്, സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. അപ്പോൾ ഈ പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ട്രഷറി സെക്ടറും ഓവർ എ പീരീഡ് ഓഫ് ടൈം എങ്ങനെയാണ് GDP-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത്, നമ്മുടെ നേഷൻ വളരാനായിട്ട് ഈ മൂന്ന് സെക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, ഇപ്പോൾ എന്താണ്, പണ്ട് എന്തായിരുന്നു, എന്ത് മാറ്റങ്ങളാണ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈ ഒരു കോൺട്രിബ്യൂഷനിൽ വന്നിട്ടുള്ളത്, അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. പിന്നെ ഉള്ളതാണ് സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ ഇക്കോണമി. അപ്പൊ ഇപ്പൊ നമ്മൾ ഇന്ത്യൻ ഇക്കോണമി നോക്കുമ്പോൾ ഒരു 10 വർഷത്തിന് മുന്നേ ഉള്ള ഇന്ത്യൻ ഇക്കോണമി അല്ല ഇപ്പോൾ ഉള്ള ഇന്ത്യൻ ഇക്കോണമി അല്ലെ. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഇതേ ഇന്ത്യൻ ഇക്കോണമി ആയിരിക്കില്ല, ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പൊ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഈ ഒരു ചേഞ്ച്, ഇതിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. AI ഡെവലപ്പ് ആയിട്ട് വരുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഡെവലപ്പ് ആയിട്ട് വരുന്നുണ്ട്, പുതിയ പുതിയ മാറ്റങ്ങൾ ഗവർണൻസിൽ വരുന്നുണ്ട് അല്ലെ. അപ്പോ നമ്മള് അതിനെയൊക്കെ പറ്റി പഠിക്കണം. അപ്പൊ എങ്ങനെയാണ് ഇന്ത്യൻ ഇക്കോണമി ഓവർ എ പീരീഡ് ഓഫ് ടൈം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ട്രേഡ് റിലേഷൻസും കുറെ കാര്യങ്ങൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. കാര്യം എന്താണ്, ഇതൊക്കെ നമ്മുടെ ഇക്കോണമി മാറുന്നതിന് കാരണക്കാരായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്താണ്, ഇന്ത്യയും US-ഉം തമ്മിലുള്ള ടാരിഫ് വാർ, അത് ഒരു കാലത്ത് ഭയങ്കരമായി ആളിക്കത്തിക്കൊണ്ട് നിന്നൊരു വിഷയമാണ്. അപ്പൊ അതൊക്കെ കാരണം നമുക്ക് എങ്ങനെയാണ് ബാധകമായിട്ടുള്ളത്, നമ്മുടെ ഇക്കോണമിയുടെ ഗ്രോത്തിനെ അത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു. അഗൈൻ റഷ്യ യുക്രൈൻ വാറിനെ പറ്റി കുറെ നാൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോ എന്താണ് ഇതൊക്കെ വേൾഡ് ലെവലിൽ നടക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നമ്മുടെ ട്രാൻസ്ഫോർമേഷനെ ഇത് ഏതെങ്കിലും രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ടോ, ഇതിനെയൊക്കെ പറ്റി നമ്മൾ ഇവിടെ പഠിക്കണം. ആൻഡ് കോമ്പോസിഷൻ ഓഫ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഓഫ് കേരള. അപ്പൊ നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിലാണ് മിക്കവാറും കാണുന്നത് അല്ലെ. നാഷണൽ ഇൻകത്തിന്റെ പെർസ്പെക്റ്റീവില്, നേഷന്റെ പെർസ്പെക്റ്റീവില്, യൂണിയൻ ലെവലിലാണ് നമ്മൾ കാണുന്നത്. ഇതിനൊന്ന് കുറച്ചൊന്ന് നമ്മുടെ സ്റ്റേറ്റ് ലെവലിലും കൂടെ ഇതേ ഒരു അപ്രോച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്റ്റേറ്റിന്റെ ഇൻകം, ഈ സ്റ്റേറ്റിന്റെ ഇൻകത്തിന്റെ അകത്ത് എന്തൊക്കെ കോമ്പോണൻസ് ആണ് വരുന്നത്, എന്തൊക്കെ കോമ്പോണൻസ് കൂടിച്ചേർന്നിട്ടാണ് കേരളത്തിന്റെ ഇൻകം ആകുന്നത്. അപ്പൊ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ അടുത്തൊരു ടോപ്പിക്കാണ് സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ് ഓഫ് പ്ലാനിങ് ഇൻ ഇന്ത്യ. അപ്പൊ നമുക്കറിയാം ഇന്ത്യ എന്താണ്, നമ്മൾ 5 year പ്ലാൻ ഒക്കെ കൊണ്ടുവന്ന് ഒരു കാലഘട്ടം വരെ 5 year പ്ലാൻസ് ഒക്കെ നടത്തിക്കൊണ്ട് പോയിരുന്നു. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്, പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞ ബോഡി റീപ്ലേസ് ചെയ്ത് നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു ബോഡി വന്നു അല്ലെ. അപ്പോ ഇതൊക്കെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, നമുക്ക് മാറ്റം വേണം, നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വേണം, ഈ മാറ്റം നല്ലതാവണം, ഈ മാറ്റം നല്ലതും ആവണം. അപ്പോ നമ്മൾ ഓരോ രീതിയിൽ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുമ്പോൾ എപ്പോഴും നമുക്ക് സക്സസ് തന്നെ കിട്ടണം എന്നില്ലല്ലോ, ചിലപ്പോൾ എന്താണ് ഫെയിലിയർ ആയിരിക്കും. അപ്പോ ഇവിടെ ഈ പ്ലാനിങ് സെനാറിയോ എടുക്കുമ്പോൾ എന്തൊക്കെ സക്സസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, എന്തൊക്കെ ഫെയിലിയർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഈ ഫെയിലിയർ വരാനുള്ള കാരണങ്ങൾ എന്തായിരുന്നു, വാട്ട് വർ ദ റീസൺസ് ലീഡിങ് ടു ഫെയിലിയർ. അഗൈൻ സക്സസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്താണ്, എത്രമാത്രം സക്സസ് വന്നു, എന്തൊക്കെ കൊണ്ടാണ് സക്സസ് വന്നത്, എത്രമാത്രം ഫെയിലിയർ വന്നു, എന്തൊക്കെ കൊണ്ടാണ് ഫെയിലിയർ വന്നത് എന്നിങ്ങനെ നമ്മൾ നോക്കണം. അതും ഇമ്പോർട്ടൻ്റ് ആണ്.
അടുത്തതാണ് ഓൾട്ടർനേറ്റീവ്സ് ടു പ്ലാൻ ഡെവലപ്മെന്റ്. അപ്പൊ നമ്മൾ പറയും പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റിന് അതിഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് അവിടെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇപ്പോ നമ്മൾ ഗവൺമെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വേറൊരു സെക്ടർ ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ. അപ്പൊ പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു ഈ പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഒരു മോട്ടീവ് ഉണ്ട്, പ്രോഫിറ്റ് മോട്ടീവ്. ഓരോ പ്രൈവറ്റ് ബിസിനസ്മാനും അവരവരുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്, ഫങ്ഷൻ ചെയ്യുന്നത്. അവർക്ക് ഇവരുടെ ഈ ബിസിനസ് കാരണം ഇക്കോണമിക്കോ സൊസൈറ്റിക്കോ എന്താ സംഭവിക്കുന്നതെന്ന് അവർ ചിലപ്പോൾ നോക്കുന്നില്ല. എല്ലാവരും നോക്കുന്നത് അവരുടെ പോക്കറ്റ് നിറയുന്നുണ്ടോ, ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലായി നമ്മൾ പ്രൈവറ്റ് സെക്ടറിന് പ്രാധാന്യം കൊടുക്കണം. പ്രൈവറ്റ് സെക്ടറിനെയും കൂടി നമ്മുടെ ഡെവലപ്മെന്റ് പ്രോസസ്സിൽ കൊണ്ടുവന്നാലേ നമുക്കൊരു ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ അല്ലെ. ഇപ്പൊ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ നോക്കി, ഫോർ എക്സാമ്പിൾ വിഴിഞ്ഞം പോർട്ട് തന്നെ നോക്കി, നമുക്ക് പ്രൈവറ്റിന്റെ എൻട്രി അവിടെ വേണം. നമ്മുടെ എയർപോർട്ട്സ്, നാഷണൽ ലെവലിലെ പല എയർപോർട്ട്സും ഇപ്പോ റിനോവേഷനും മെയിൻ്റനൻസ് വർക്കൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രൈവറ്റ് സെക്ടറിന് വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോ ഗവൺമെന്റിന് മാത്രം എംഫസിസ് കൊടുക്കാതെ കുറച്ച് എംഫസിസ് നമുക്ക് പ്രൈവറ്റ് സെക്ടറിലോട്ടും കൂടെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമുക്ക് എന്തുള്ളത്, PPP മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പറയുന്ന പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് മോഡൽ. അപ്പോൾ പ്ലാൻഡ് ഡെവലപ്മെന്റിന് എന്തെങ്കിലുമൊക്കെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ ആ ഓൾട്ടർനേറ്റീവ്സിനെ പറ്റിയിട്ടും നമുക്ക് എവിടെ കാണണം, ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണണം. ഓക്കെ, സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോ നമ്മൾ യൂണിറ്റ് 2 നോക്കുകയാണ്. അപ്പൊ യൂണിറ്റ് 2 ഇവിടെയും കുറെ സബ് കമ്പോണൻസ് ഉണ്ട്. ആദ്യത്തത് ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള. അപ്പൊ നമ്മള് പോപ്പുലേഷൻ വൈസ് നമ്മുടെ രാജ്യത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ അറിയാം, നമ്മൾ ചൈനയൊക്കെ മാറ്റി നിർത്തി നമ്മൾ മുന്നിലാണ് അല്ലെ. പോപ്പുലേഷന്റെ കേസിൽ ഇന്ത്യ മുന്നിലാണ്. പക്ഷേ ഈ പോപ്പുലേഷന്റെ കേസിൽ ഇന്ത്യ മുന്നിലാണെന്ന് പറയുമ്പോൾ അവിടെ എത്ര പ്രപ്പോർഷനിലാണ് കുട്ടികളുള്ളത്, എത്ര പ്രപ്പോർഷൻ മെയിൽസ് ഉണ്ട്, ഫീമെയിൽസ് ഉണ്ട്, എത്ര പ്രപ്പോർഷൻ എൽഡർലി ഉണ്ട്, എത്ര പ്രപ്പോർഷൻ ആണ് ഈ മിഡിൽ ഏജ് കാറ്റഗറി ഉള്ളത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇന്ത്യയുടെ കേസ് മാത്രം മനസ്സിലാക്കിയ പോലെ കേരളത്തിന്റെ കേസ് മനസ്സിലാക്കണം. കാരണം ഇത് നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, ഇത് നമ്മുടെ ഹെൽത്ത് സെക്ടറിനെ ഇൻഫ്ലുവൻസ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വയസ്സായ ആൾക്കാരുടെ എണ്ണമാണ് കൂടുതലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഹെൽത്തി ആയിട്ടല്ല നമ്മുടെ ഏജിങ് പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് ഡിസീസ് ഒക്കെ വരാനായിട്ടുള്ള, കൂടുതൽ അസുഖങ്ങൾ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഹെൽത്തിന് വേണ്ടി നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മുടെ ഹെൽത്ത് സെക്ടറിനെ അത് ബാധിക്കും. ഇനി എഡ്യൂക്കേഷൻ സെക്ടറിനെ ബാധിക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, കൂടുതൽ കുട്ടികളുള്ള ഒരു രാജ്യത്ത് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫങ്ഷൻ ചെയ്യാനായിട്ട് കൂടുതൽ സ്കൂളുകൾ വേണം, കൂടുതൽ കോളേജസ് വേണം, കൂടുതൽ പുതിയ പുതിയ മാറ്റങ്ങൾ നമ്മൾ എഡ്യൂക്കേഷൻ സെക്ടറിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. സോ എഡ്യൂക്കേഷൻ സെക്ടറിന്റെ വളർച്ചയെയും ഈ ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഹെൽത്ത് സെക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, എഡ്യൂക്കേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യും, പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആലോചിച്ച് നോക്കിയേ. നമ്മുടെ നാട്ടിലുള്ള ഫേംസിന്റെ എണ്ണവും ഇതുമായിട്ടും കണക്ഷൻ ഉണ്ട്. ഇപ്പൊ കൂടുതൽ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ പുതിയ കമ്പനീസ് വരണം, പുതിയ ഫാക്ടറീസ് വരണം, പുതിയ സ്ഥാപനങ്ങൾ വരണം. കാരണം ആൾക്കാർക്ക് ജോലി കൊടുക്കേണ്ട സമയമാണെങ്കിൽ ജോലി കൊടുക്കണം അല്ലെ. അപ്പോൾ ആൾക്കാരുടെ ഹെൽത്ത് നീഡ്സ് മീറ്റ് ചെയ്യണം, ആൾക്കാരുടെ എഡ്യൂക്കേഷൻ നീഡ്സ് മീറ്റ് ചെയ്യണം, ആൾക്കാരുടെ ഡ്രസ്സിന്റെ നീഡ്സ് മീറ്റ് ചെയ്യണം, ഫുഡിന്റെ നീഡ്സ് മീറ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കണം വിത്ത് റെസ്പെക്ട് നോട്ട് ഓൺലി ഇന്ത്യ ബട്ട് ഓൾസോ കേരള. അപ്പൊ കേരളയുടെ പെർസ്പെക്റ്റീവിലും കേരളത്തിൽ എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്നും ഇന്ത്യയുടെ കേസിൽ ഇത് എങ്ങനെയാണ് നടക്കുന്നതും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. ഇനി അടുത്തതാണ് പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ, their causes and effects. Poverty elevation measures, inflation targeting, educated unemployment and manpower planning in Kerala. See, അപ്പോ നമ്മളെ ഗ്രോത്തിനെ പറ്റി, GDP പറ്റി, നാഷണൽ ഇൻകത്തെ പറ്റി ഒക്കെ കണ്ടത് നമ്മളൊരു ഡെവലപ്മെന്റ് സെൻസിലാണ്, ഒരു പോസിറ്റീവ് സെൻസിലാണ്. പക്ഷേ അത് മാത്രമല്ല നമ്മുടെ രാജ്യം, അത് മാത്രമല്ല നമ്മുടെ കേരള. ഇവിടെ എന്തുണ്ട്,
ഇവിടെ ഒരുപാട് പ്രോബ്ലംസും ഉണ്ട്. അത് പോവർട്ടി, ദാരിദ്ര്യത്തിന്റെ രീതിയിലായിരിക്കാം, അൺഎംപ്ലോയ്മെന്റ്, തൊഴിൽ ഇല്ലാത്ത ഒരു അവസ്ഥയുടെ രീതിയിലായിരിക്കാം, ആൻഡ് ഇൻഫ്ലേഷൻ, പ്രൈസ് ഹൈക്ക് അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്നൊക്കെ പറയും, അതുമായിരിക്കാം. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പറയും സാധനങ്ങളുടെ വില പടപട കയറിക്കൊണ്ടിരിക്കുകയാണ്, ഇത് എന്താണോ എന്തോ, വല്ലാത്ത കഷ്ടമാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ എന്തുകൊണ്ടാണ് ഈ സാധനങ്ങളുടെ വില കൂടുന്നത്? ഇതിന് ഒരു കാരണം മാത്രമാവണമെന്നില്ല, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് സാധനങ്ങളുടെ വില കൂടാം. ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടാനും ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലെ? പല പല കാരണങ്ങൾ കൊണ്ട് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടാം. ചിലപ്പോ നിങ്ങൾ ജോലിയിൽ നേരെ പെർഫോം ചെയ്യാത്തതുകൊണ്ടായിരിക്കും ജോലി നഷ്ടപ്പെടുന്നത്. ചിലപ്പോ നിങ്ങളുടെ കമ്പനി ലോസ് വന്ന് അടച്ചു പൂട്ടിയത് കൊണ്ടാവാം നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നത്. അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ പറ്റി നമ്മൾ പഠിക്കണം. അഗൈൻ പോവർട്ടി, ദാരിദ്ര്യം. എന്തുകൊണ്ടാണ് ഈ പോവർട്ടി വരുന്നത്? ഈ പോവർട്ടി കുറയ്ക്കാനായിട്ട് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ മെഷേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്? ഒരുപാട് മെഷേഴ്സ് ഉണ്ട് അല്ലെ? അപ്പൊ പോവർട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ബേസിക് നീഡ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് ഇസ് കോൾഡ് പോവർട്ടി. അപ്പോ ഈ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ നമുക്ക് ഫുഡ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഹൗസിംഗ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഗവൺമെന്റ് ഒരുപാട് സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട് ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. സെൽഫ് എംപ്ലോയ്മെന്റ് ജനറേഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരുപാട് സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് പല സമയത്തും ഗവൺമെന്റ് നോക്കുമ്പോൾ ഗവൺമെന്റ് മനസ്സിലായി ആൾക്കാർക്ക് ജോലിയില്ല. കാര്യം എന്താണ്? ആൾക്കാർക്ക് ഇക്കോണമി ഡിമാൻഡ് ചെയ്യുന്ന സ്കില്ലില്ല. അപ്പോൾ ഈ സ്കില്ല് ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം. ഈ സ്കില്ല് പഠിപ്പിച്ചു കൊടുത്താലേ ആൾക്കാർക്ക് ഈ സ്കില്ല് ഉപയോഗിച്ച് ജോലി കണ്ടെത്തി ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കി പോവർട്ടിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് പറ്റും. അപ്പോ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? ഇവർക്ക് സ്കിൽ ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പൊ അതിന് ഒരുപാട് സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ പഠിക്കണം. പിന്നെ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്, സോറി അപ്പോ നമ്മൾ പലപ്പോഴും നോക്കുമ്പോഴും നമ്മൾ പറയും സാധനങ്ങളുടെ വില കൂടുന്നുണ്ട്. ഒരു പരിധി കഴിയുമ്പോഴേക്കും നമുക്കത് പിടിച്ചു നിൽക്കാനും പറ്റത്തില്ല. അപ്പൊ ഇത് എങ്ങനെ ഒന്ന് കൺട്രോൾ ചെയ്യും? ഈ ഇൻഫ്ലേഷൻ ചിലപ്പോൾ നമ്മൾ പറയും ഇത് അധികം കൂടിയേ കൊള്ളില്ല, ഇക്കോണമി അത് പിടിച്ചുലച്ച് നശിപ്പിച്ച് ഇല്ലാതാക്കി കളയും. എന്നാൽ ഇൻഫ്ലേഷൻ 0 ആണെങ്കിലോ എന്താ സംഭവിക്കും? അതും പ്രശ്നമാണ്. 0 ഇൻഫ്ലേഷൻ കൊള്ളില്ല. അപ്പൊ ഇതിനൊക്കെ പറ്റി നമ്മൾ പഠിക്കണം. 0 ഇൻഫ്ലേഷനും കൊള്ളില്ല, ഏറ്റവും കൂടിപ്പോയ ഒരു ഇൻഫ്ലേഷൻ റേറ്റും കൊള്ളില്ല. അപ്പൊ ഇതിനിടയിൽ എവിടെയോ ആണ് എന്ത് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട ഇൻഫ്ലേഷൻ ലെവൽ. അതെന്താണ് നമ്മൾ പഠിക്കണം. അതെങ്ങനെയാണ് നമ്മൾ അവിടെ എത്തിച്ചേർന്നത് അത് പഠിക്കണം. ഓക്കെ, അടുത്ത എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് മാൻ പവർ പ്ലാനിങ് ഇൻ ഇന്ത്യ. നമ്മുടെ നാട്ടിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് വളരെ കൂടുതലാണ്. എന്താണ് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ്? എഡ്യൂക്കേഷൻ ഉണ്ട് പക്ഷെ ജോലി കിട്ടുന്നില്ല. അപ്പൊ ഈ ഒരു ട്രെൻഡ് എങ്ങനെയാണ് പോകുന്നത്? ഏത് സെക്ടറിൽ പഠിച്ച് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കാണ് ജോലി ഇല്ലാത്തത്? ഇതിന്റെ റേറ്റ് എങ്ങനെയാണ്? പോവർട്ടി റേറ്റ് എങ്ങനെയാണ്? അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എങ്ങനെയാണ്? ഇൻഫ്ലേഷൻ റേറ്റ് എങ്ങനെയാണ്? ഇത് കേരളത്തിന്റെ പെർസ്പെക്റ്റീവിലും കാണണം, ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിലും കാണണം. അപ്പൊ ഇതിനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ അപ്രോച്ച് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്താൽ കേരളത്തിലെ ഈ പ്രശ്നങ്ങളെ മറികടക്കാം, ഇന്ത്യയിലെ ഈ പ്രശ്നങ്ങളെ മറികടക്കാം. കാര്യം എന്താണ്? ഇതിനെ നമ്മൾ രണ്ടായിട്ട് കാണുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പോവർട്ടിയും അൺഎംപ്ലോയ്മെന്റ് ഇൻഫ്ലേഷൻ ഒക്കെ ഏകദേശം ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഒരുപോലെ അല്ലേ, കേരളം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഒരു ഭാഗമല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മൊത്തത്തിലെ പോവർട്ടി വന്നത് അത് പഠിക്കണം. അപ്പൊ അതിനല്ലേ നമ്മൾ ട്രീറ്റ് ചെയ്തത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ പോവർട്ടി വന്നത്? അപ്പൊ അതെന്താന്ന് മനസ്സിലാക്കിയിട്ട് അതിനല്ലേ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് യൂണിയൻ ലെവലിൽ എടുക്കുന്ന അതേ പോളിസി എല്ലായ്പ്പോഴും അതേപോലെ സ്റ്റേറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നില്ല. സ്റ്റേറ്റിൻ്റെതായിട്ടുള്ള തനതായ പോളിസീസ് ഉണ്ട്, അതും നമ്മൾ പഠിക്കണം അല്ലെ. അപ്പോ ഇവിടെ നമ്മൾ വളരെ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. കാരണം നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ബൈ 2047 നമ്മൾ നമ്മളെ രാജ്യത്തെ ഒരു ഡെവലപ്പ് നേഷൻ ആയിട്ട് കാണാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വലിയ രീതിയിൽ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പോവർട്ടിയും അൺഎംപ്ലോയ്മെന്റിനെയൊക്കെ ഇല്ലാതാക്കി ഇൻഫ്ലേഷനൊക്കെ ഒന്ന് കൺട്രോളിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും. അതിന് സെൻട്രൽ ലെവൽ പോളിസീസും ഉണ്ടാവും, സ്റ്റേറ്റ് ലെവൽ പോളിസീസും ഉണ്ടാവും. ഇതിനെയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണിത്. ഓക്കെ,
അടുത്തതാണ് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള. അപ്പൊ ഇന്ത്യയിലെ ഓർഗനൈസ് സെക്ടർ, അൺഓർഗനൈസ് സെക്ടേഴ്സ് ഇതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, എവിടെയൊക്കെയാണ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നത്, കേരളത്തിലെ ഓർഗനൈസ് സെക്ടർ, അൺഓർഗനൈസ് സെക്ടർ എവിടെയൊക്കെയാണ് നല്ല രീതിയിൽ ഫങ്ഷൻ നടക്കുന്നത്, എവിടെയൊക്കെയാണ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നത്, പ്രോബ്ലംസ് വരുന്നത്, ഇതിനെ പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഓരോ എവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അടുത്തത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ മൈഗ്രേഷൻ. എന്താണ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ മൈഗ്രേഷൻ? ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ അകത്ത് തന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് ഫോർ ഡിഫറെന്റ് പർപ്പസ്, ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കാം, വേറെ എന്തെങ്കിലും റീസൺസ് ആയിരിക്കാം. എക്സ്റ്റേണൽ മൈഗ്രേഷൻ ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വേറെ സ്ഥലത്തോട്ട്, വേറെ രാജ്യങ്ങളിലേക്ക് പോകുന്നു, വേറെ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു. എന്തിന്? ഇത് ഇവർ ഇങ്ങോട്ടും അങ്ങോട്ടും പോയിട്ട് എന്താ ഉപയോഗം, എന്താ പ്രശ്നങ്ങൾ, ഇതൊക്കെ പഠിക്കണം. അടുത്തത് കാഷ്വലൈസേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്, ലേബർ വെൽഫെയർ മെഷേഴ്സ്, ലേബർ മാർക്കറ്റ് റിഫോംസ്. അപ്പോ ലേബർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ തൊഴിലാളികൾ എന്ന് പറയുന്നത്, അവരില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അഗ്രികൾച്ചർ വർക്ക് ചെയ്യില്ല, ഇൻഡസ്ട്രി വർക്ക് ചെയ്യില്ല, സർവീസ് സെക്ടർ വർക്ക് ചെയ്യില്ല. അപ്പൊ ഇവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് ആണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്, ഇതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് നമുക്ക് വന്നിട്ടുണ്ട്, നമ്മൾ ലേബറിന് വന്നിട്ടുണ്ട്, ഒക്കെ നമ്മൾ പഠിക്കണം. അപ്പൊ ഒന്ന് ആലോചിച്ചൊക്കെ, 2 യൂണിറ്റ്സേ ഉള്ളൂ, പക്ഷെ ഈ 2 യൂണിറ്റ്സിൽ പറഞ്ഞിരിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് ഭയങ്കര ഡീറ്റെയിൽഡ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ കുറച്ച് ഒരു ഹാഫ് എ പേജിലാണ് കാര്യങ്ങൾ പറയുന്നത്, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 30 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും ഈ ഒരു ഏരിയ വൃത്തിയായി വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ. അപ്പോൾ ഈ ഒരു ഏരിയ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്താൽ 30 മാർക്ക്, ഈ 30 മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാം, അല്ലേ? സോ താങ്ക് യു ഫോർ വാച്ചിങ്.